എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദാവീദ്, ബ്രൊമാൻസ്, തങ്കമണി, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. സിദ്ധാർത്ഥ്, മാധവ്, നയൻതാര ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് OTT മൂവിയാണ്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ മാസം 4-നാണ് നെറ്റ്ഫ്ലിക്സിൽ ടെസ്റ്റ് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എമർജൻസി എക്സിറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഡബ്ഡ് മൂവിയാണ്. ഈ സിനിമ ഇപ്പോൾ സൈന പ്ലേയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളം വെർഷൻ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് പെരുമാനി സ്വന്തമാക്കിയത്. വിനയ് ഫോർട്ട്, ലുക്മാൻ, സണ്ണി വെയിൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങി 2 വർഷം ആകാറായി. ഇതുവരെ OTT റിലീസായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം പെരുമാനി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം ആദ്യ വീക്കിൽ പെരുമാനി സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അസ്കർ, റായലക്ഷ്മി, അന്ന റജി തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഏപ്രിൽ മാസം 4-ാം തീയതി DNA സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് അയ്യറിൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. മുകേഷ്, ഉർവശി, ധ്യാൻ ശ്രീനിവാസൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം അയ്യറിൻ അറേബ്യ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ ഒരുവിധം എല്ലാ സിനിമകളും ഇപ്പോൾ പരാജയപ്പെടുന്നുണ്ട്. ഏപ്രിൽ മാസം 5-ാം തീയതി അയ്യറിൻ അറേബ്യ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ട്, അനു സിത്താരയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഏപ്രിൽ മാസം ആദ്യ വീക്കിലായിരിക്കും വാതിൽ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു തങ്കമണി. കേരളത്തിലെ ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ദിലീപ്, നിതാപള്ളിയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് മോശം പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം തങ്കമണി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം 15-ന് മുന്നേ ആമസോൺ പ്രൈമിൽ തങ്കമണി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒമർ ലല്ലു സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ബാഡ് ബോയ്സിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ഫാമിലി കോമഡി മൂവിയാണ് ബാഡ് ബോയ്സ്. പിഷാരടി, റഹ്മാൻ, സെന്തിൽ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി ഒരുപാട് പേര് ബാഡ് ബോയ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. റഹ്മാന്റെ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു ബാഡ് ബോയ്സ്. ഡിസംബറിലാണ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒടുവിൽ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വീക്കിലായിരിക്കും ബാഡ് ബോയ്സ് സർപ്രൈസ് ആയിട്ട് മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ദാവീദ് സ്വന്തമാക്കിയത്. ആന്റണി വർഗീസാണ് സിനിമയിലെ നായകൻ. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ഒരുവിധം ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ തിയേറ്ററിൽ സിനിമ പരാജയപ്പെടുകയാണ് ചെയ്തത്. ആമസോൺ പ്രൈമാണ് ദാവീദ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ദാവീദിന്റെ OTTക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സിനിമ ഏപ്രിൽ മാസം 4-ന് മുന്നേ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ബ്രൊമാൻസ് സ്വന്തമാക്കിയത്. ഇതൊരു കോമഡി മൂവിയാണ്. ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മഹിമ, മാത്യു തോമസ്, അർജുൻ അശോകൻ, കലാപൻ ഷാജോൺ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ബ്രൊമാൻസ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഏപ്രിൽ മാസം 4-ന് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ബ്രൊമാൻസ് സർപ്രൈസ് ആയിട്ടായിരിക്കും റിലീസ് വരുന്നത്. ഒരുപക്ഷെ പെരുന്നാൾ സ്പെഷ്യലായിട്ട് വരാനും സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഹണ്ട്. പക്ഷേ ഹണ്ട് സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. മികച്ച അഭിനയമാണ് ഭാവന കാഴ്ചവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീക്കാണ് ഹണ്ട് സിനിമയുടെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നത്. മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് സിനിമ സർപ്രൈസ് ആയിട്ട് റിലീസാകാൻ സാധ്യതയുണ്ട്. നാളെയാണ് പെരുന്നാൾ. അതുകൊണ്ട് ഇന്ന് സർപ്രൈസ് ആയിട്ട് ഒരുപാട് സിനിമകൾ റിലീസാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.